ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള തിരുവചനം. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഫലം തരാത്ത അത്തിവൃക്ഷത്തിൻ്റെ ഒരു ഉപമയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഇവിടെ ഒരു യജമാനൻ ഒരു മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അപ്പോൾ ഈ അത്തിവൃക്ഷം എവിടെയാണ് നിൽക്കുന്നത്? മുന്തിരിത്തോട്ടത്തിലാണ് നിൽക്കുക. എന്താണ് മുന്തിരിത്തോട്ടത്തിൻ്റെ പ്രത്യേകത, സവിശേഷത? മുന്തിരിത്തോട്ടം എന്ന് വെച്ചാൽ അത് മറ്റ് തോട്ടങ്ങൾ പോലെ, ആപ്പിൾ തോട്ടം പോലെയോ അല്ലെങ്കിൽ വേറെ അത്തിവൃക്ഷത്തിൻ്റെ തോട്ടം പോലെയോ അല്ല. ശ്രദ്ധിക്കണം, ഈ അത്തിവൃക്ഷം യജമാനൻ നട്ടുപിടിപ്പിക്കുന്നത് ഏതെങ്കിലും അത്തിവൃക്ഷങ്ങളുടെ തോട്ടത്തിലല്ല, ഏതെങ്കിലും ആപ്പിൾ മരങ്ങളുടെ തോട്ടത്തിലല്ല, മറിച്ച് മുന്തിരിത്തോട്ടത്തിലാണ്. മുന്തിരിത്തോട്ടത്തിൻ്റെ പ്രത്യേകത അത് ഒരു നിലവാരമുള്ള ഒരു തോട്ടമാണ്. അതിന് ഒരു പ്രത്യേക ബഹുമതിയുള്ള ഒരു തോട്ടമാണ്, അല്ലെങ്കിൽ അല്പം സ്റ്റാൻഡേർഡ് കൂടിയ തോട്ടമാണ് ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുക, യഹൂദരുടെ രീതി അനുസരിച്ച്. അത് മറ്റു തോട്ടങ്ങളെ പോലെയല്ല. എനിക്കൊരു മുന്തിരിത്തോട്ടം എന്ന് കേട്ടാൽ ഇതൊരു അല്പം കൂടി സ്റ്റാൻഡേർഡ് കൂടിയ, നിലവാരമുള്ള, പ്രസ്റ്റീജുള്ള, അല്ലെങ്കിൽ അല്പം ബഹുമതിയുള്ള ഒരു തോട്ടമാണ്. അപ്പോൾ ഈ തോട്ടത്തിലാണ് ഈ അത്തിവൃക്ഷത്തെ ഈ യജമാനൻ വെച്ച് പിടിപ്പിക്കുക. ഇവിടെ നമ്മൾക്ക് കൂട്ടി വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 3-4 തിരുവചനത്തിൽ പറയുന്നില്ലേ, യു ആർ പ്രഷ്യസ് ടു മീ, യു ആർ ഡിയർ ടു മീ ആൻഡ് ഐ ലവ് യു. നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാന്യനുമാണ്. കണ്ടോ, ഈ അത്തിവൃക്ഷം ആരാണെന്ന് നമുക്കറിയാം, നമ്മൾ തന്നെയാണ്. ഓരോ മനുഷ്യ മക്കളെയാണ് അത്തിവൃക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ അത്തിവൃക്ഷത്തെ വളരെ ദൈവം ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഇതിനെ സ്ഥാപിച്ചിരിക്കുക. ഇനി മറ്റൊരു വചനം. അപ്പോൾ അവൻ ആ കൃഷിക്കാരനോട് പറഞ്ഞു, പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ പല പ്രാവശ്യം വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ ആ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല, അത് വെട്ടിക്കളയുക. ഹല്ലേലൂയ. കണ്ടോ, 3 വർഷം ഇത് അവിടെ അദ്ദേഹം കുഴിച്ചിട്ടു, ആ ചെടി വളർന്നു, അങ്ങനെ കായ്കളുണ്ടാകേണ്ട, ഫലങ്ങളുണ്ടാകേണ്ട സമയമായി. അപ്പോൾ ഈ യജമാനൻ ഫലങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ എത്ര പ്രാവശ്യം വന്നു? 3 വർഷമായിട്ട് ഇദ്ദേഹം ഇതിൻ്റെ അടുത്തേക്ക് വരികയാണ്. 3 വർഷമായിട്ട് ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം കിട്ടാതെ വന്നപ്പോഴാണ് അത് വെട്ടിക്കളയാൻ പറയുക. ഇനി എന്താണ് ഈ 3 വർഷത്തിൻ്റെ പ്രത്യേകത? ഒരു അത്തിവൃക്ഷം അതിൻ്റെ മെച്യൂരിറ്റി പ്രാപിക്കാൻ, പക്വത പ്രാപിക്കാൻ വേണ്ട കാലയളവാണ് 3 വർഷം. ഈ ഫലം ഉണ്ടാകേണ്ട സമയമായി, എന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും ഇനി അതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും അതുമ്പോൾ ഫലം ഉണ്ടാവില്ല എന്നതാണ് ഈ യഹൂദരുടെ ഒരു ബോധ്യം. കണ്ടോ, അവിടെ ഒരു ബോധ്യമാണ്. ഇനി ആ സമയം കഴിഞ്ഞു, 3 വർഷമായി ഇത് ഇങ്ങനെ നിൽക്കുന്നത്, പന്തലിച്ച് നിൽക്കുന്നുണ്ട്. പല പ്രാവശ്യം ഇതിന് എല്ലാ വർഷവും വെള്ളവും വളമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ കായ്കളോ ഫലങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അപ്പോഴാണ് പറയുക, അതിനെ വെട്ടിക്കളയുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഉപമ നമുക്കറിയാം. ആരാണ് ഈ യജമാനൻ? യജമാനൻ എന്ന് പറയുന്നത് ദൈവമാണ്. ആരാണ് ഈ അത്തിവൃക്ഷം? അത്തിവൃക്ഷം എന്ന് പറയുക അത് ദൈവമക്കളാണ്, മനുഷ്യമക്കളാണ് ഈ അത്തിവൃക്ഷം എന്ന് പറയുക. അപ്പോൾ ദൈവം യജമാനനും ഈ മനുഷ്യർ ആരാണ്? ഫലവൃക്ഷങ്ങളുമാണ്. കണ്ടോ, ദൈവം യജമാനനാണ്, മനുഷ്യൻ ഫലവൃക്ഷങ്ങളാണ്. ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട വൃക്ഷങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ദൈവം ആ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
എന്ത് ഫലങ്ങളാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്? ആ ഫലങ്ങളെ പറ്റിയിട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ? കർത്താവ് ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ വിശ്വാസം, ശരണം, സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട ഫലവൃക്ഷങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് കർത്താവ് നോക്കുന്ന ഫലമെന്ന് പറയുക. എന്നാൽ 3 വർഷമായി കർത്താവ് ഫലം അന്വേഷിച്ച് വരുന്നു, പക്ഷേ ഒന്നും കാണുന്നില്ല. അപ്പോൾ പറയുകയാണ് അത് വെട്ടിക്കളയുക. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ പലരും ഈ അത്തിവൃക്ഷത്തെ പോലെ ഫലം തരാത്ത അത്തിവൃക്ഷങ്ങളായി ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും മുന്നേറുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മൾ ഓരോരുത്തരും ആത്മശോധനം ചെയ്യണം. ഞാൻ ഈ അത്തിവൃക്ഷം പോലെയാണോ? എത്രയോ പ്രാവശ്യം കർത്താവ് ഈ വെള്ളവും വളവും നമുക്ക് തരുന്നു. എത്രയോ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയോ കൃപകൾ, എത്രയോ അനുഗ്രഹങ്ങൾ, എത്രയോ പ്രാവശ്യം കർത്താവ് നമ്മെ സന്ദർശിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്, ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും അതല്ലേ, ഞാൻ എത്രയോ പ്രാവശ്യം വെള്ളവും വളവും ഇതിന് നൽകിയിട്ടു, പക്ഷേ അത് ഫലം നൽകാത്ത ഒരു അത്തിവൃക്ഷമായിട്ട് നിൽക്കുകയാണ്. കണ്ടോ? അപ്പോൾ വീണ്ടും കർത്താവ് പറയുകയാണ്, ഒരു അവസരം കൂടി കർത്താവ് കൊടുക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ എൻ്റെ മനസ്സിലേക്ക് കടന്ന ഒരു സംഭവം ഹെരോദോസ് രാജാവിൻ്റെ ഒരു അനുഭവമാണ്. ഹെരോദോസ് രാജാവ്. അപ്പം എന്താണ് ഹെരോദോസ് രാജാവിൻ്റെ പ്രത്യേകത? അതാണ് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഹെരോദോസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഹെരോദോസ് രാജാവ് അസ്വസ്ഥനായി. കണ്ടോ? ഞങ്ങൾ ഉണ്ണിയേശുവിനെ കാണാൻ വന്നിരിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ, അത് കേട്ടപ്പോൾ യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചു, ശിശുവായി യേശു ജനിച്ചു എന്ന് കേട്ടപ്പോൾ ഹെരോദോസ് രാജാവ് അസ്വസ്ഥനായി. എന്തുകൊണ്ടാണ് ഹെരോദോസ് രാജാവ് അസ്വസ്ഥനായത്? അതിൻ്റെ കാരണം ഇതാണ്. ഹെരോദോസ് ചിന്തിച്ചു, ഈ കൊച്ച് അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഇത് വളർന്ന് എൻ്റെ രാജസ്ഥാനം പിടിച്ചെടുക്കും, എൻ്റെ അധികാരങ്ങളും പദവികളും ഇവൻ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യേശു ജനിച്ചു എന്ന് കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു ദൈവപുത്രൻ ജനിച്ചു എന്ന് കേട്ടപ്പോൾ, ഈ ശിശു ജനിച്ചു എന്ന് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം അസ്വസ്ഥമാകാൻ തുടങ്ങി. അങ്ങനെ അസ്വസ്ഥത വന്നപ്പോൾ അവൻ എന്താ ചെയ്തത്? ചരിത്രത്തിൽ ഒരാളും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ക്രൂരത, ഒരു ക്രൂരമായൊരു കൽപ്പന അവൻ പുറപ്പെടുവിക്കുകയാണ്. ഏതാണ് കൽപ്പന? ദൈവം പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 16-ാം തിരുവചനം. ഞാനിങ്ങ തന്നെ കബളിപ്പിച്ചുവെന്ന് മനസ്സിലാക്കിയ ഹെരോദോസ് രോഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബെത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളെയും 2ഉം അതിലും താഴെയോ വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു അവൻ വധിച്ചു. അങ്ങനെ ജെറമിയ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായി നിന്നൊരു സ്വരം, വലിയൊരു കരച്ചിലും മുറവിളിയും. റാഹേൽ തൻ്റെ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കണ്ടോ? ചരിത്രത്തിൽ ഇങ്ങനൊരു കൽപ്പന ഒരാളും കൊടുത്തില്ല. അത്രയും ക്രൂരമായ കൽപ്പന. 2ഉം അതിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെ വധിക്കുക. കണ്ടോ? കുഞ്ഞുങ്ങളെ വധിക്കുന്നത് ആരാണ്? പിശാചാണ്. പിശാച് ഒരു ശിശുഹത്യ സ്പെഷ്യലിസ്റ്റാണ് പിശാച്. കണ്ടോ? ആരാണ് അബോർഷൻ ചെയ്യുക? പിശാച്. ആരാണ് അബോർഷന് കൂട്ടുനിൽക്കുക? പിശാച്. ആരാണ് ഈ കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുക, ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കുക? പിശാച്. കണ്ടോ? കുഞ്ഞുങ്ങളെ തടയുന്നത് മുഴുവനും പിശാചാണ്. അതല്ലേ ഈ മോശ ജനിച്ച സമയത്ത് ഫറവോ രാജാവ് ഇതേപോലെ ഒരു കൽപ്പന കൊടുത്തിട്ടില്ലേ? എല്ലാ കുഞ്ഞുങ്ങളെ 2ലും അതിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെ വധിക്കാൻ ആ രാജാവ് ഒരു കൽപ്പന. ആ ഫറവോ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? പിശാച്. ഹെരോദസിന് ഉദ്ദേശിക്കുന്ന ആരുടെ പ്രതീകമാണ്? പിശാച്, സാത്താൻ ഈ കുഞ്ഞുങ്ങളെ കണ്ടുവിടുക. അതുകൊണ്ട് അവനാണ് ഈ കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് പ്രേരിപ്പിക്കുക. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്. കണ്ടോ? ഈ മനുഷ്യൻ അങ്ങനെ എല്ലാവരെയും കൊന്നു കളഞ്ഞു. കണ്ടോ? ഇവന് ഈ കൊടുത്തൊരു കൽപ്പനയാണ് ഈ കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള കൽപ്പന. ഇങ്ങനൊരു കൽപ്പന കൊടുത്തെന്ന് കേട്ടപ്പോൾ
സ്വപ്നത്തിൽ ജോസഫിന് മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ പെട്ടെന്ന് നമ്മുടെ ഉണ്ണീശയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക, സന്ദേശം കൊടുക്കുകയാണ്. ജോസഫ് എഴുന്നേറ്റ് ഉറക്കത്തിന് ചാടി എഴുന്നേറ്റ് അമ്മയും കുഞ്ഞിനെയും കൂട്ടി ആ രാത്രി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. ഈ സന്ദർഭം അല്ലെങ്കിൽ ഈ ബൈബിൾ പാസേജ് എപ്പോഴൊക്കെ ഞാൻ വായിക്കാറുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, യേശു ആരാണ്? ദൈവമാണ്. യേശു ദൈവമാണ്. ഈ ദൈവം ഈ മനുഷ്യനെ പേടിച്ച് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. എന്തൊരു വിരോധാഭാസമാണത്! ദൈവം മനുഷ്യനെ പേടിച്ച് പലായനം ചെയ്യേ. ദൈവത്തിന് ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ? ദൈവപുത്രനാണെന്ന് പറയുന്നുണ്ട് യേശു. എല്ലാം പരിശുദ്ധാത്മാവാണ് ക്രമീകരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിന് ദൈവത്തിന് ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ? ഈ ഹെറോദോസ് എന്തെങ്കിലും രോഗം വന്നോ, അപകടം പറ്റിയോ, എന്തെങ്കിലും അസുഖം വന്നോ, ഇദ്ദേഹം മരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കർത്താവിനെ ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈശോയ്ക്ക് അവിടെ ജീവിക്കാമായിരുന്നില്ലേ? പക്ഷേ ഈ ഹെറോദോസിനെ പേടിച്ച് ഈ മാലാഖയുടെ നിർദ്ദേശപ്രകാരം, അതായത് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ, മാലാഖ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പന അറിയിക്കുന്ന വ്യക്തി. അപ്പോൾ ഈ മാലാഖയുടെ നിർദ്ദേശപ്രകാരം ഇവർ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. അങ്ങനെ ഈജിപ്തിലേക്ക് പലായനം ചെയ്തിട്ട് എത്ര വർഷമാണ് അവർ ഈജിപ്തിൽ താമസിച്ചത്? 3 വർഷം. 3 വർഷം അവിടെ താമസിച്ചു. കാരണം ഉണ്ണിയേശുവിന് 3 വയസ്സുള്ളപ്പോഴാണ് ഹെറോദോസ് രാജാവ് മരിക്കുക. ഹെറോദോസിൻ്റെ മരണം വരെ അവർ അവിടെ താമസിച്ചു. എവിടെ താമസിച്ചു? ഈജിപ്തിൽ താമസിച്ചു. എന്നാണ് ഹെറോദോസ് മരിക്കുക? ഉണ്ണിയേശുവിന് 3 വയസ്സുള്ളപ്പോഴാണ് ഈ ഹെറോദോസ് രാജാവ് മരിക്കുക. അതായത് ഈ ഹെറോദോസ് രാജാവ് പിന്നീട് യേശുവിൻ്റെ ജനനശേഷം 3 വർഷം കൂടി ജീവിച്ചു. 3 വർഷം അദ്ദേഹം ജീവിച്ചുള്ളൂ. ഈ കുട്ടികളുടെ തല വെട്ടി എടുത്ത മനുഷ്യൻ വീണ്ടും 3 വർഷമാണ് ഇദ്ദേഹം ജീവിച്ചത്. ഒന്ന് ശ്രദ്ധിച്ചേൻ, 3 വർഷമാണ് ദൈവാദ്യത്തിന് കൊടുത്ത ആയുസ്. അതിനുശേഷം അദ്ദേഹം മരിച്ചു. മരിച്ചു എന്ന് കേട്ടപ്പോഴാണ് വീണ്ടും ദൂതൻ കൽപ്പന കൊടുത്തു, നീ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ച ആൾ മരിച്ചു കഴിഞ്ഞു, തിരിച്ചു പോക്കളാൻ വേണ്ട ഔസപിതാവിന് കൽപ്പന കൊടുക്കുകയാണ്. ഈ 3 വർഷമാണ് ജീവിച്ചതെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും വെളിപ്പെടുത്തുകയാണ്. ലൂക്ക 13:7 വചനം ശ്രദ്ധിക്കുക. 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല, അത് വെട്ടിക്കളയുക, എന്തിന് വെറുതെ നിലം പാഴാക്കണം? ആ കൃഷിക്കാരൻ ചോദിച്ചത് കണ്ടില്ലേ? ആ യജമാനൻ ചോദിച്ചത് കണ്ടില്ലേ? യജമാനൻ പറയുക, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, പക്ഷെ ഒന്നും കാണുന്നില്ല, വെറുതെ ഇതിൻ്റെ നിലം പാഴാക്കണം, അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, എൻ്റെ പ്രിയ മക്കളെ, ഇത് ദൈവം പേടിച്ചോടിയതല്ല. ദൈവം ഹെറോദോസിനെ പേടിച്ചോടിയതല്ല. ദൈവം മനുഷ്യനെ പേടിച്ചോടിയതല്ല. ദൈവം എന്താ ചെയ്തത്? ദൈവം ഈ ഹെറോദോസിന് 3 വർഷം കൂടി അനുതപിക്കാൻ, പശ്ചാത്തപിക്കാൻ, തിരിച്ചു വരാൻ, മാനസാന്തരപ്പെടാൻ, തെറ്റുതിരുത്താൻ, കുറ്റം ഏറ്റുപറയാൻ ഒരു അവസരം കൊടുത്തതാണ്. ദൈവം തരുന്ന അവസരം എൻ്റെ പ്രിയ മക്കളെ, ദൈവം തരുന്ന അവസരം നമ്മൾ ഉപയോഗിക്കണം. ദൈവം തരുന്ന അവസരം നമ്മൾ തിരിച്ചറിയണം. ദൈവം തരുന്ന അവസരം നമ്മൾ ഉപയോഗിക്കണം. ദൈവം നമ്മോട് വീണ്ടും 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 കരുണ കാണിക്കുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ശരിയായിട്ടല്ല. ചില മക്കളൊക്കെ ഒത്തിരി പാപത്തിലാണ് ജീവിക്കുന്നത്. എന്നിട്ടും അവർക്ക് ഒരു തകർച്ചയോ വിഷമോ സങ്കടമോ ദുഃഖമോ വേദനയോ ഒരു ജലദോഷപ്പനി പോലും വരുന്നില്ല. എന്ന് വിചാരിച്ച് അവർ പലരൊക്കെ ഇങ്ങനെ വീമ്പടിക്കുന്നുണ്ട്. അവരിങ്ങനെ ചിന്തിക്കുകയാണ്, കണ്ടില്ലേ ഞാൻ എത്ര കാലമായി തട്ടിപ്പ് വെട്ടിപ്പ് നടന്നു, എത്ര കാലമായി മദ്യപിക്കുന്നു, എത്ര കാലമായി ഈ വ്യഭിചാരം ചെയ്യുന്നു, എത്ര കാലം മറ്റുള്ളവരെ പറ്റിക്കുന്നു, എത്ര കാലമായി ഞാൻ ഇങ്ങനെ 1-ാം പ്രമാണം ലംഘിക്കുന്നു, എത്ര കാലമായി ഞാൻ സംസാരിക്കാറില്ലല്ലോ, എത്ര കാലമായി ഞാൻ കുർബാനയ്ക്ക് പോകാറില്ലല്ലോ, ഞാൻ സഭയൊക്കെ എത്രയോ വിമർശിച്ചിട്ടുണ്ട്, എനിക്കിതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, എന്നെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, ദൈവം എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ല, സഭ എന്ന് പറയുന്ന രീതിയൊന്നും ഇല്ല, അങ്ങനെ കുമ്പസാരം അങ്ങനെയൊന്നും ഇല്ല, കുർബാന അങ്ങനെയൊന്നും ഇല്ല, കുടുംബപ്രാർത്ഥന അങ്ങനെയൊന്നും ഇല്ല, ജപമാല അങ്ങനെയൊന്നും ഇല്ല, ഇങ്ങനെയൊന്നും ഇല്ല, ഒരു പ്രശ്നമില്ല, കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ചിലരങ്ങനെ വീമ്പടിക്കുന്ന മക്കളുണ്ട്. കർത്താവ് വെളിപ്പെടുത്തുകയാണ് വചനത്തിലൂടെ, ദൈവം എൻ്റെ പ്രിയ മക്കളെ, നീ പാപം ചെയ്തിട്ടും ദൈവം നിന്നെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കുന്നുവെങ്കിൽ അത് ദൈവം നിൻ്റെ പാപത്തെ പ്രോത്സാഹിപ്പിക്കുകയോ നിൻ്റെ പാപജീവിതം കണ്ട് സന്തോഷിച്ച് നിന്നെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കുകയോ അല്ല ചെയ്യുന്നത്. മറിച്ച് ദൈവം നിന്നോട് കരുണ കാണിക്കുന്നതും ദൈവം നീ പാപം ചെയ്തിട്ടും ദൈവം നിന്നെ ഒന്ന് ശിക്ഷിക്കാതെ വെറുതെ വിടുന്നതും നിനക്ക് കൂടുതൽ അനുഗ്രഹം തരുന്നതും നീ അനുദപിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണത്. ദൈവം അനുദപിക്കാനുള്ള അവസരം തരുന്നതാണത്. അതുകൊണ്ടല്ലേ റോമാക്കാർക്ക് ലേഖനം 2-ാം അധ്യായം റോമ 2:4 അതോ അവിടുത്തെ നിസീമമായ
അവിടുത്തെ വചനം പറയുക, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ? അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? കർത്താവ് നമ്മോട് കാണിക്കുന്ന കരുണ കണ്ടിട്ട് നീ അതൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയാണോ ചെയ്യുന്നത്? വചനം വീണ്ടും പറയുകയാണ്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുത്തുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയ നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ്. എന്തെന്നാൽ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം അവിടുന്ന് നൽകും. ഹല്ലേലൂയ. അവിടുത്തെ നിസ്സീമമായ കരുണ, സഹിഷ്ണുത, ക്ഷമ, ദീർഘക്ഷമ, അത് നീ നിസ്സാരമാക്കാണോ ചെയ്യുന്നത്? നിന്നോട് വീണ്ടും വീണ്ടും കർത്താവ് കരുണ കാണിക്കുമ്പോൾ ഈ ഹെറോദോസിനെ പോലെയല്ല പല മക്കളും. ഹെറോദോസ് എന്ത് കരുതി? അവനിങ്ങനെ കുട്ടികളെ അബോർഷൻ ചെയ്ത് കളഞ്ഞപ്പോഴോ, തല വെട്ടി കളഞ്ഞപ്പോഴോ, അല്ലെങ്കിൽ മദ്യപിച്ച് നടന്നപ്പോഴോ, അല്ലെങ്കിൽ ദൈവത്തെ മറന്ന് ജീവിച്ചപ്പോഴോ അവൻ കരുതി അപ്പോഴും അവനൊരു കുഴപ്പമില്ല കേട്ടോ. അവനൊരു കുഴപ്പമില്ല, അവൻ്റെ ഭാര്യയ്ക്കൊരു കുഴപ്പമില്ല, മക്കൾക്കൊരു കുഴപ്പമില്ല, കുടുംബത്തിലൊരു കുഴപ്പമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, പള്ളി പോകാറില്ല, പ്രാർത്ഥിക്കാറില്ല, ദൈവഭയമില്ല, ദൈവഭക്തിയില്ല, ഒന്നുമില്ല, പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ അവൻ ജീവിച്ചപ്പോൾ, അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവൻ കരുതി ദൈവമൊന്നുമില്ല. അവൻ കരുതി ദൈവം ഉണ്ടെങ്കിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ കരുതി ദൈവത്തിൻ്റെ എപ്പോഴും കടാശാൻ്റെ കൂടെയുണ്ട്. ഇങ്ങനെ അവൻ ചിന്തിക്കുക. പക്ഷേ ഈ ദൈവപുത്രൻ ഒളിച്ചോടിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവനെ പേടിച്ചിട്ടല്ല, ഇവന് ദൈവം ഒരു 3 വർഷം അവസരം കൊടുത്തതാണ്. ദൈവം ഇങ്ങനെ നമുക്ക് അവസരം തരുന്നതാണ് പലതും. ഈ അവസരം നമ്മൾ തിരിച്ചറിയണം. ഇവിടുന്ന് എത്രയോ സന്ദേശങ്ങൾ വിളിച്ചു പറയുന്നു, മദ്യപിക്കുന്ന മക്കളുണ്ട്, മദ്യപാനം നിർത്തണം, സന്ദേശം വിളിച്ചു. ഇതൊരു അവസരമാണ്. ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും ദൈവം എനിക്ക് തന്ന അവസരമാണത്. തെറ്റായ ബന്ധത്തിലുള്ള മക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ മക്കളത് നിർത്തണം, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഒത്തിരി വിഷമിക്കേണ്ടി വരും. ഇത് കർത്താവ് നമുക്ക് തരുന്ന അവസരമാണ്, സന്ദേശമാണ്, മനസ്സിലാക്കി അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരുണ്ട്, പലിശ പരിപാടി നടത്തുന്നവരുണ്ട്, പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്. എത്രയോ കാര്യങ്ങളാണ് ഇവിടുന്ന് വിളിച്ചു പറയുക. തെറി വിളിക്കുന്നവരുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവരുണ്ട്, പള്ളി പോകാത്തവരുണ്ട്, കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായിട്ടുള്ളവരുണ്ട്, ഇങ്ങനെ ദൈവഭയമില്ലാത്തവരുണ്ട്, സഭയെ വിമർശിക്കുന്നവരുണ്ട്. തിരുത്തണട്ടോ 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 എന്ന് ഇവിടുന്ന് ഇങ്ങനെ ഓരോന്ന് മെസ്സേജ് വിളിച്ചു പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം, അത് എനിക്ക് ദൈവം തരുന്ന അവസരങ്ങളാണെന്ന് മനസ്സിലാക്കി ഈ അത്തിവൃക്ഷത്തെ പോലെ തിരുത്താൻ പറ്റണം. മനസ്സിലായോ? പരിപൂർണ അതല്ലേ വീണ്ടും പത്രോസിൻ്റെ ലേഖനം, പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം, പത്രോസ് 3:9 വചനം പഠിപ്പിക്കുകയാണ്, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേയുള്ളൂ. കണ്ടോ, കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. വചനം പഠിപ്പിക്കുകയാണേ. 2 പത്രോസ് 3:1 മുതൽ അച്ഛൻ വായിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന 2-ാമത്തെ ലേഖനമാണല്ലോ ഇത്. ഈ 2 ലേഖനങ്ങളിലും ചില കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ നിഷ്കളങ്ക മനസ്സിനെ ഞാൻ ഉണർത്തുകയാണ്. വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷകൻ്റെ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കുവിൻ. ആദ്യം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കണ്ടേ? അധമ്മ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവർ പറയും, അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? എന്തെന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന അതേ സ്ഥിതിയിൽ തന്നെ തുടരുന്നുവല്ലോ. കണ്ടോ, നിന്ദകർ നിന്ദിച്ച് സംസാരിക്കും, സഭയെ നിന്ദിച്ച് സംസാരിക്കുക, പള്ളി പോകുന്നവരെ പ്രാർത്ഥിക്കുന്നവരൊക്കെ നിന്ദിച്ച് സംസാരിക്കും. എന്തിനാണ് നിന്ദകർ സംസാരിക്കുന്നത്? എന്താണെന്നറിയില്ലോ? ഇത് വചനം പറയുക, നിന്ദകർ പരിഹസിച്ച് സംസാരിക്കുക. എന്താ സംസാരിക്കാന്നറിയോ? എന്തായി? അവർ പറയും, അവൻ്റെ 2-ാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ 2-ാമത്തെ ആഗമനം? കുറേ കാലമായല്ലോ 2-ാമത്തെ ആഗമനം, യേശുവിൻ്റെ 2-ാമത്തെ ആഗമനം എന്ന് പറഞ്ഞിരിക്കുന്നത്. പണ്ടേ മുതൽ ഇത് പറയുന്നുണ്ടല്ലോ, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. കണ്ടോ, നിന്ദകർ നിന്ദിച്ച് സംസാരിക്കും. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ 2-ാമത്തെ ആഗമനം ഇത്തിരി നീട്ടി പോയിക്കൊണ്ടിരിക്കണേ? കർത്താവിൻ്റെ നിസ്സീമമായ കരുണയെ നീ നിസാരമാക്കാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാൻ വേണ്ടി ദൈവം വീണ്ടും അവസരം തന്ന് ഈ 2-ാമത്തെ ആഗമനം നീട്ടി കൊണ്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് നിൻ്റെ മരണത്തിരീശ നീട്ടി വെക്കുന്നത്? ദൈവം നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എന്തെങ്കിലും അവകാശമുണ്ടോ? എന്തെങ്കിലും നന്മയുണ്ടോ? എന്തെങ്കിലും ഫലങ്ങൾ നീ പുറപ്പെടുവിക്കുന്നുണ്ടോ? എന്നിട്ടും ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാൻ ദൈവം നിന്നോട് കരുണ കാണിക്കുക. നിന്നോട് കരുണ കാണിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്താണ് ചെയ്യുന്നത്.
മനസ്സിലായോ? നിന്നക പരിഹസിച്ച് പറയും, യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം എവിടെ? എന്തെന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന അതേ സ്ഥിതിയിൽ തുടരുന്നുവല്ലോ. അതിൻ്റെ അവസാനത്തിലാണ് പത്രോസ്ലീഹ എഴുതി വയ്ക്കുക, ആരും നശിച്ചു പോകാതെ എല്ലാവരും 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 അനുതപിക്കണമെന്നും പശ്ചാത്തപിക്കണമെന്നും തിരിച്ചു വരണമെന്നും തെറ്റുതിരുത്തണമെന്നും രക്ഷപ്പെടണമെന്നും ആഗ്രഹിക്കുന്നതുകൊണ്ട് അവിടുന്ന് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ഹെറോദോസ് അദ്ദേഹം കരുതിയിരുന്ന 3 വർഷം കൊണ്ട് മരിക്കുന്ന അദ്ദേഹം ഈ ഉണ്ണീശാനെ ഓടിപ്പിച്ചപ്പോഴോ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ തല അറുത്തപ്പോഴോ ഈ മനുഷ്യൻ വല്ലപ്പോഴും ചിന്തിച്ചിരുന്നോ എനിക്ക് ഇനി 3 വർഷം കൂടി ആയുസുള്ളൂ എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നോ? അതല്ലേ വചനം പറയുന്നത്, 2 പത്രോസ് 3:15, നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവിൻ്റെ ക്ഷമ അത് രക്ഷാകരമാണ്. നീ പാപം ചെയ്തിട്ട് നിനക്കൊന്നും സംഭവിച്ചില്ല എന്ന് കരുതി നീ ഇങ്ങനെ വീമ്പടിക്കരുത്. ഇതാണ് വചനം പറയുക. അതല്ലേ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നു. നോക്കിയേ, പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. സമ്പത്തിനെ ആശ്രയിക്കരുത്, എനിക്ക് മതിയായോളം സമ്പത്തുണ്ടെന്ന് നീ മേനി പറയരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച. എന്നിട്ട് പറയുകയാണ്, പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് നീ ഒരിക്കലും പറയരുത്. കർത്താവിൻ്റെ കോപം സാവധാനമേ വരൂ. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് നീ പറയരുത്. കാരണം എന്താ? കർത്താവിൻ്റെ കോപം സാവധാനമേ വരൂ. പാപം ചെയ്തിട്ട് നമുക്കൊരു തകർച്ചയോ അസ്വസ്ഥതയോ ഒന്നുമില്ലാതാവുമ്പോൾ നമ്മളിങ്ങനെ പലരും ചിന്തിക്കുകയാണ്, ഈ ഹെറോദോസിനെ പോലെ, കണ്ടോ എത്ര പാപം ചെയ്തു, എന്തെല്ലാം കാട്ടിക്കൂട്ടി, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എൻ്റെ കുടുംബത്തിനൊന്നും കൂടുതൽ അനുഗ്രഹം അല്ലാതെ വേറെ ഒന്നുമില്ല. കണ്ടോ? ഇതിനെപ്പറ്റി സഭാപ്രസംഗൻ്റെ പുസ്തകം 8:11 പറയുന്നുണ്ട്. സഭാപ്രസംഗം 8:11, തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യ മക്കളുടെ ഹൃദയം അതിൽ തന്നെ മുഴുകുന്നു. കണ്ടോ? തിന്മയ്ക്കുള്ള ശിക്ഷ ദൈവം ഉടൻ നടപ്പാക്കാത്തത് കൊണ്ട് മനുഷ്യ മക്കളുടെ ആ ഹൃദയം തിന്മയിൽ തന്നെ മുഴുകാണത്. വീണ്ടും വീണ്ടും തിന്മ ചെയ്യാണ്. അതാണ് സഭാപ്രസംഗം പറയുക, ക്ഷമിക്കുമെന്നോ പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് നീ വീമ്പടിക്കരുത്. കർത്താവിൻ്റെ കോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും നീ പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എൻ്റെ എണ്ണമറ്റ പാപങ്ങളൊക്കെ ക്ഷമിക്കും എന്ന് നീ പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ നീ പതിക്കും. കർത്താവിലേക്ക് തിരിയാൻ നീ വൈകരുത്. കുമ്പസാരിക്കാൻ നീ വൈകരുത്. കുമ്പസാരിക്കാൻ നീ നാളെ എന്ന് മാറ്റിവെക്കരുത്. നീ നിൻ്റെ മദ്യപാനം, ഈ തെറ്റായ ബന്ധം, രീതികളും പോക്കുകളും സംസാരങ്ങളും ഇങ്ങനെ നിർത്താൻ നീ വൈകരുത്. അത് പിന്നെ ആവട്ടെ, കുറച്ചും കൂടി കഴിയട്ടെ, അങ്ങനെ മാറ്റിവെക്കരുത്. കാരണം എന്താ? ദൈവവചനം പറയുക, അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആ ശിക്ഷയിൽ നീ പെട്ടെന്നായിരിക്കും ഇത് സംഭവിക്കുക. മത്സ്യം വലയിൽ കുടുങ്ങുന്നത് പോലെ, പക്ഷി കെണിയിൽ കുടുങ്ങുന്നത് പോലെ കഷ്ടകാലം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നാണ് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ പറയുക. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രേക്ഷിതയായ ഒരു ധ്യാന കേന്ദ്രത്തിൽ ആ മകൾ എപ്പോഴും വന്ന് പ്രാർത്ഥനാ സഹായം ചോദിക്കുക എന്നോട്. ഞാൻ പറഞ്ഞു, ആ ചേച്ചിയുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തലകുത്തി നിന്നിട്ടും പ്രേക്ഷക വേല ചെയ്തിട്ടും സുവിശേഷം പ്രസംഗിച്ചിട്ടും സുവിശേഷ വേല ചെയ്യാൻ പരിശ്രമിച്ചിട്ടും എന്തൊക്കെ ആ ചേച്ചി ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല അതേപോലെ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യ്, ഒരു 3 ജപമാല 3 കരുണക്കൊന്ത എല്ലാ ദിവസവും ചൊല്ലി 91 ദിവസം പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടും, ഇങ്ങനെ പറഞ്ഞു വിട്ടു. ആ സ്ത്രീ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു 90ാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു 89, അങ്ങനെ ഒരു 3 ദിവസം മുമ്പ് എന്നോട് വന്ന് പറഞ്ഞു, അച്ഛൻ വന്ന ഡേറ്റ് കഴിയാറായിട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഡേറ്റ്? അല്ല ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ? അപ്പം അച്ഛൻ പറഞ്ഞു 3 ജപമാല 3 കരുണകൊന്ത 91 ദിവസം ചെല്ലാനല്ലേ പറഞ്ഞത്. ഞാനത് ചൊല്ലി ഇതുവരെ മുടങ്ങിയിട്ടില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഒരു മാറ്റമില്ല. എല്ലാം അതുപോലെ തന്നെ, കേസും തല്ലും വഴക്കും ബഹളവും സ്വസ്ഥതയില്ലായ്മയും അസമാധാനവും, ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ ചേച്ചി എല്ലാ ദിവസവും ചെല്ലുന്ന പക്ഷേ ഒരു മാറ്റമില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ശക്തമായ രീതിയിലൊരു സംസാരം അല്ലെങ്കിൽ ഒരു ബോധ്യം, ഒരു തോന്നിപ്പ് കൊണ്ടുവരികയാണ്. എന്തോ ശക്തമായൊരു പാപബന്ധനം കെടുക്കുന്നുണ്ട്. അല്ലാതെ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഇതുപോലെ ശുശ്രൂഷ ചെയ്തിട്ടും എന്തോരം ശുശ്രൂഷ ആ മകൾ ചെയ്യുന്നതെന്നറിയോ കർത്താവിന് വേണ്ടിയിട്ട്, പക്ഷേ ഒരു അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ അതിനില്ല. ഇങ്ങനെ വന്ന് കർത്താവിന് ജോലി ചെയ്തൊക്കെ പോകുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല.
പെട്ടെന്ന് ഒരു കൊച്ചു പള്ളിയുടെ അടുത്ത് നിന്ന് സംസാരം. ഞാൻ ആ ചാപ്പലിൻ്റെ അടുത്ത് മാറ്റി നിർത്തിയിട്ട് ആ സഹോദരി ഒറ്റ ചോദ്യം ചോദിച്ചു, ചേച്ചി അബോർഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ മകൾ പറഞ്ഞു ഉവ്വ്. എത്ര ആണെന്ന് ചോദിച്ചു. 4 അബോർഷനാണ് ചെയ്തിരിക്കുന്നത്. 4 അബോർഷൻ ആ മകൾ ചെയ്തിരിക്കുകയാണ്. ചേച്ചി എങ്ങനെ, നല്ല സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉള്ള കുടുംബത്തിലൊരു മകളാണ് അല്ലേ? എന്തെങ്കിലും ഒരു അങ്ങനെയല്ല, എല്ലാം ഉള്ള നല്ല തറവാട്ടിൽ പിറന്നൊരു മകള് 4 അബോർഷൻ. പക്ഷേ ഇത് എങ്ങനെ? ആദ്യം ഒന്നും ചെയ്തു കണ്ടോ, അപ്പോൾ അത് കളഞ്ഞു. പിന്നെ രണ്ടാമതുണ്ടായി, രണ്ടാമത് ചെയ്തു, അതും അങ്ങനെ കളഞ്ഞു. പിന്നെ മൂന്നാമതുണ്ടായി, അതും കളഞ്ഞു. പിന്നെ 4 അതും കളഞ്ഞു. എത്ര പ്രാവശ്യം കർത്താവ് അവസരം കൊടുത്തു. ഒരു അവസരം ആ തെറ്റാന്ന് മനസ്സിലാക്കിയപ്പോൾ നിർത്തണ്ടേ? ഇല്ല, രണ്ടാമതുണ്ടായി, രണ്ടാമതും കളഞ്ഞു. പിന്നെ മൂന്നാമതും കളഞ്ഞു, നാലാമതും കളഞ്ഞു. ഇത് എന്തുട്ടാ ഈ കളയുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കി എൻ്റെ മക്കള്. ഈ ഹെറോദോസിനെ പോലെ 2ഉം അതിനും താഴെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ കൊന്നു കളയാൻ. ഇതെങ്ങനെ കൊല്ലാൻ പറ്റുന്നത്? അബോർഷൻ എന്ന് വെച്ചാൽ വ്യക്തമായ കൊലപാതകം എൻ്റെ പ്രിയ മക്കളെ. അബോർഷൻ എന്ന് വെച്ചാൽ വ്യക്തമായ കൊലപാതകം. കോൺട്രാസെപ്റ്റീവ് പിൽസ്, നിരോധനം ഒറ, ഇങ്ങനെ ഈ രീതിയിൽ ഒരു കാര്യവും സഭ അംഗീകരിച്ചിട്ടില്ല കേട്ടോ. മനസ്സിലാക്കണം, വലിയ പാപമാണ് അങ്ങനെയുള്ള മക്കൾ ചെയ്യുക. നന്നായി അനുദപിക്കണം. പിന്നെ എങ്ങനെ ദൈവത്തിൻ്റെ കരുണയും മകളുടെ ജീവിതത്തിൽ വരും? ഈ മകൾ നോക്കിയേ, ഈ പാപങ്ങളും ഈ അബോർഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുള്ള വീട്ടിൽ പ്രശ്നങ്ങളില്ല, പ്രതിസന്ധികളില്ല, രോഗങ്ങളില്ല, ദുഃഖങ്ങളില്ല, ഒരു ജലദോഷപ്പനി പോലും വരുന്നില്ല വീട്ടിൽ. അപ്പോൾ ഈ മകൾ ചിന്തിക്കുകയാണ്, ഒരു അബോർഷൻ ചെയ്തു, ഒരു പ്രശ്നമില്ല. അപ്പോൾ ചിന്തിക്കുകയാണ് രണ്ടാമത്തേനും ചെയ്യാം, അത് കർത്താവ് ഒക്കെ ക്ഷമിക്കുന്നത്, എൻ്റെ നിരവധിയായ പാപങ്ങളൊക്കെ ക്ഷമിക്കും, ഇനി അത് പാപമൊന്നുമല്ല, ഇതെല്ലാവരും ചെയ്യുന്നതാണ്, ഇങ്ങനെ ചിന്തിക്കുകയാണ്. രണ്ടാമതും ചെയ്തു, മൂന്നാമതും ചെയ്തു, നാലാമതും ചെയ്തു, അഞ്ചാമതും ചെയ്തു. കണ്ടോ, ഇതാണ് പറയുക. കർത്താവ് അവസരം തരും. ആ അവസരം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒത്തിരി വിഷമിക്കേണ്ടി വരും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കടിഞ്ഞുപ്പുത്ത സാധനം വിറ്റ ഏസാവിനെ പോലെ ആരും അസാൻ മാറുകയോ അധാർമികനായി തീരരുതെന്ന് ഹെബ്രായ്ക്ക് എഴുതപ്പെട്ട ലേഖനം 12:14 പറയുന്നില്ലേ? അവസരം നഷ്ടപ്പെടും. ഇപ്പോൾ ഈ യൂദാസ്, നാളൊരു സഹോദരി വന്നിട്ട് എന്നോട് ചോദിച്ചു, ഒരു പെങ്കുച്ച്, അച്ഛാ ഈ യൂദാസിനോട് ഈശോ ചെയ്തത് വലിയ ക്രൂരതയല്ലേ? അവന് ദൈവം ഒരു അവസരം കൊടുക്കണ്ടേ, ഒന്ന് പശ്ചാത്തപിക്കാനും തിരിച്ചു വരാനും? പത്രോസിന് അവസരം കൊടുത്തു, അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. യൂദാസിന് എന്താ അവസരം കൊടുക്കാതിരുന്നത്? ഞാൻ വന്ന് മോളെ എന്തീ പറയുന്നത്? യൂദാസിന് ദൈവം അവസരം കൊടുത്തില്ല എന്നാണ് നീ പറയുന്നത്? ഈശോയുടെ 1-ാം പീഡാനുഭവ പ്രവചനം ഈശോ പറഞ്ഞില്ലേ യൂദാസിനോട്? എല്ലാവരും ഈ 12 പേരോടെ ഈ പറയുന്നത്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റി കൊടുക്കും. ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റി കൊടുക്കും, പക്ഷേ 3-ാം ദിവസം ഞാൻ ഉത്ഥാനം ചെയ്യും. 1-ാമത്തെ വാണിംഗാണ് ഈ 12 പേരോടാ. 2-ാമത്തെ വാണിംഗ്, 2-ാം പീഡാനുഭവ പ്രവചനം. വീണ്ടും യേശു പറഞ്ഞു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റി കൊടുക്കും, പക്ഷേ 3-ാം ദിവസം ഞാൻ ഉത്ഥാനം ചെയ്യും. ഈ 12 പേര് ഇത് കേട്ടു. ആരെ പറ്റി പറയണേ? എല്ലാവരും അങ്ങോട്ട് നോക്കുന്നുണ്ട്. യൂദാസും നോക്കി, ഇത് ആരെ പറ്റിയാണോ പറയുന്നത്? പക്ഷേ ഈ 12 പേരിൽ ഒരുവനായി ഇവനാന്ന് ഇവനെന്നെ അറിയാം. പക്ഷെ ഇവന് അപ്പോൾ മനസ്സിലാവുന്നില്ല, ഒരു ബോധോദയം വരുന്നില്ല. 3-ാമത്തെ പീഡാനുഭവ പ്രവചനം യേശു വീണ്ടും പറഞ്ഞു, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റി കൊടുക്കും, അങ്ങനെ ഞാൻ മരിക്കും, ഉത്ഥാനം ചെയ്യും. അപ്പോഴും ഇത് കേട്ടു അവൻ മനസ്സിലാവും. അവനും ചിന്തിക്കുകയാണ് മറ്റുള്ളവരെ പോലെ, ഇതാരെ പറ്റിയാണോ പറയുന്നത്? ഇവിടുന്ന് അച്ഛൻ വിളിച്ച് പറയുന്നുണ്ട്, മദ്യപാനമുള്ളത് നിർത്തണം, വീഞ്ഞു കുടിക്കുന്നത് നിർത്തണം, ബീർ കഴിക്കുന്നത് നിർത്തണം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആരെ പറ്റിയാണ്? അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ രോഗശാന്തി വിളിച്ച് പറയുന്നുണ്ടോ, എൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ അനുഗ്രഹിക്കുന്നു പറയുന്നുണ്ടോ? ഇങ്ങനെ എൻ്റെ പ്രിയ മക്കളെ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമോ? വീണ്ടും യൂദാസ് ഈശോ ഇവരുടെ കാല് കഴുകിയപ്പോൾ 12 ശിഷ്യന്മാർ കാല് കഴുകി അന്ത്യത്താഴ വേളയിൽ. അങ്ങനെ കാല് കഴുകിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കാല് ഞാൻ കഴുകിയില്ലേ? നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല. തന്നെ ഒറ്റി കൊടുക്കാനിരിക്കുന്ന യൂദാസിനെ പറ്റി അവൻ പറഞ്ഞെന്ന് യോഹന്നാൻ 13 എഴുതി വയ്ക്കുന്നുണ്ട്. വീണ്ടും ഭക്ഷണത്തിന് ഇരിക്കുന്ന സമയത്ത്, ഇങ്ങനെ ടേബിളിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഈശോ വീണ്ടും പറഞ്ഞു, എന്നെ ഒറ്റി കൊടുക്കുന്നവൻ്റെ കൈകൾ ഈ മേശപ്പുറത്ത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കണ്ടോ, അങ്ങനെ പറഞ്ഞില്ലേ ഈശോ? പറഞ്ഞില്ലേ, എന്നെ ഒറ്റി കൊടുക്കുന്നവൻ്റെ കൈകൾ എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ വീണ്ടും ഈശോ 12 പേരെ നോക്കി പറഞ്ഞു, തീർച്ചയായിട്ടും അവൻ ഹൃദയത്തിൽ അസ്വസ്ഥപ്പെട്ട് പറഞ്ഞു എന്ന് പറയണത്, തീർച്ചയായിട്ടും ഈ 12 പേരിൽ ഒരുവൻ എന്നെ ഒറ്റി കൊടുക്കും. അങ്ങനെയും പറഞ്ഞു. ഇതാരോട് ഈ പറയുന്നത്? 50,000 പേരോടോ 10,000 പേരോടോ ആയിരക്കണക്കിന് പേരോടോ അല്ല പറയണേ, ഈ 12 പേരോട് ഇതൊക്കെ പറയുന്നത്. ഈ 12 പേരോട് പറയുമ്പോൾ ഈ യൂദാസിന് അപ്പോഴെങ്കിലും മനസ്സിലാക്കി കൂടി തന്നെ പറ്റി പറയണേന്ന്. വീണ്ടും വീണ്ടും വാണിയും കൊടുത്തു, ദേ ഈ അപ്പക്കഷ്ണം ആരുടെ വായിൽ വെച്ച് കൊടുക്കണേ? അവനാണ് അതിനെ ഒറ്റി കൊടുക്കുക, അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. ഇത് അവസരമല്ലേ? വീണ്ടും അവൻ ചുംബിച്ചുകൊണ്ട് ഈശോയെ ഒറ്റി കൊടുത്തപ്പോൾ പറഞ്ഞു, യൂദാസെ ചുംബനം കൊണ്ടാണോ നീ എന്നെ ഒറ്റി കൊടുക്കുന്നത്? കണ്ടോ,
എത്ര അവസരങ്ങളാണ് ദൈവം ഈ യൂദാസിന് മാനസാന്തരപ്പെടാനും തെറ്റുതിരുത്താനും തിരിച്ചു വരാനും പാപം ഉപേക്ഷിക്കാനും ദൈവം കൊടുത്തത്. ഇതുപോലെ ദൈവം നമുക്ക് ഒത്തിരി അവസരം തരും. ദൈവം നമ്മോട് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നോട്, നീ പാപം ചെയ്തിട്ടും ദൈവം നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണേ. നീ പാപം ചെയ്തിട്ടും ദൈവം നിന്നെ പാപത്തിനൊത്ത് ശിക്ഷിക്കാത്തതൊക്കെ നീ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും എന്ന് കരുതിയിട്ടാണ് ദൈവം അങ്ങനെ ചെയ്യണം എൻ്റെ പ്രിയ മക്കളെ. അതുകൊണ്ട് വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കുക, ദൈവത്തെ ഭയപ്പെടുക. ഈ ഹെറോദോസിനെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റാതിരിക്കട്ടെ. ഹെറോദോസിനെ പോലെയാണ് ഇന്ന് പല മക്കളും. നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുക, ഇന്ന് പല മക്കളും നമ്മുടെയൊക്കെ ജീവിതങ്ങളെടുത്തേ പലരും ഫലം നൽകാത്ത അത്തിവൃക്ഷം പോലെ ദൈവം വെട്ടിക്കളയത്തക്ക രീതിയിൽ ഒരു പരുവത്തിലല്ലേ ഫലം നൽകാതെയുള്ള ജീവിതമല്ലേ നമ്മൾ പലരും നടത്തിക്കൊണ്ടിരിക്കുക. നമ്മിൽ പലരും അങ്ങനെയല്ലേ, ഫലം നൽകാത്ത അത്തിവൃക്ഷത്തെ പോലെ എപ്പോൾ വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ മതി, ആ രീതിയിലുള്ളൊരു ജീവിതമാണ് നമ്മൾ നയിക്കുക. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷ സന്ദേശം നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ഫലം നൽകുന്നവരാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തന്ന അവസരം നമുക്ക് ഉപയോഗിക്കാം. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നമുക്ക് കരം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനുതാപത്തോടൊന്ന് സ്തുതിച്ചേൻ, തിരിച്ചു വരാൻ ഒരു തീരുമാനം എടുത്തേൻ, ദൈവത്തെ ഒന്ന് ഭയപ്പെട്ടേൻ. ഷിബി ഹാല 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 തോമി സീമി ഹാല ബാബ മദിലിയ. ദൈവം തരുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. നീ പാപം ചെയ്തിട്ടും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നത് നീ ഒന്ന് തിരിച്ചു വരാൻ, നീ ഒന്ന് അനുതപിക്കുക, നീ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് ദൈവത്തെ തേടാൻ വേണ്ടി ദൈവം നിനക്ക് തരുന്ന അവസരമാണെന്ന് തിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിമിഷം ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇപ്പോൾ കേട്ട വചനത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.